ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അങ്ങനെ നമ്മുടെ നിവിനും വിനീതും കാവേരിയും ഗംഗയും എല്ലാം കൂടി ജയപാലൻ്റെ ഫാം ഹൗസിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും വിശാൽ പറയുന്നത് എനിക്കും യമുനയ്ക്കും യാതൊരുവിധ ബന്ധവുമില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് വിശാലിൻ്റെ ഫ്രണ്ട്സും കൂടി തടയുകയാണ്. അപ്പോൾ വിനീത് പറയും, ഗംഗയെ കാവേരി നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ വിശാലിൻ്റെ കൂട്ടുകാരും ഇവർ വീടിൻ്റെ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നതൊക്കെ തടയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിയടിപ്പൂരാണ്. അതായത് വിനീതും നിവിനും കൂടി വിശാലിൻ്റെ ഫ്രണ്ട്സിനെയും അടിച്ച് പഞ്ചറാക്കുകയാണ്. അങ്ങനെ ഇതേ സമയം ഗംഗയും കാവേരിയും കൂടി വീടിൻ്റെ അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ അവർ ഓരോരോ റൂമുകളായിട്ട് ഇങ്ങനെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കാവേരി യമുനയുടെ ബാഗ് കിടക്കുന്നത് കാണും. അപ്പനെ ഉറപ്പാവും അവൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാവും. അപ്പോൾ കാവേരി ഇങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യമുനയെ തിരഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കട്ടിലിൻ്റെ അടിയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും. അങ്ങനെ ഗംഗയും കാവേരിയും പിന്നെ ഒരു റൂമിലാവും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഞെരക്ക ശബ്ദം കേൾക്കും. അങ്ങനെ അവർ കട്ടിലിൻ്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കട്ടിലിൻ്റെ അടിയിൽ കുറേ ചാക്കുകൾ അടുക്കി വെച്ചെന്ന് കാണാം. ഈ ചാക്കുകൾ മെല്ലെ നീക്കിക്കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ യമുനയെ കാണും. അത് കണ്ടവരോടുകൂടി ഇവർക്ക് ആകെ വിഷമാവും. കാരണം യമുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു നിലയിലാണ് അവൾ കിടക്കുന്നത്. ആകെ അവളെ ദേഹത്തൊക്കെ മുറിവ് കാണുന്നുണ്ട്. ആകെ വളരെ ടയേർഡായിട്ടുമാണ് യമുന കിടക്കുന്നത്. അങ്ങനെ അവർ മെല്ലെ യമുനേനെ പിടിച്ച് എണീപ്പിച്ച് യമുന നീ എണീക്ക് എന്നൊക്കെ പറഞ്ഞ് ഗംഗയും കാവേരിയും ശ്രമിക്കുന്നുണ്ട് അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളൊരു വിധം എണീക്കും. അങ്ങനെ ഗംഗ വിളിക്കും, വിനീതേട്ടാ ഇങ്ങോട്ട് വാ, യമുന ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഗംഗ വിനീതിനെയും നിവിനെയും വിളിക്കണം. അങ്ങനെ അവർ ഓടി വരും. അങ്ങനെ ഓടി വന്നപ്പോൾ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ യമുന കരയുകയാണ്. കാരണം അവൾക്ക് വിഷമമായി. കാരണം ഇത് ഒരു മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ പോലെയായി. കാരണം അവൾ വിശാലിനെ സ്നേഹിച്ചു, അതിന് പുറമെ വിശാലിനെ വിശ്വസിച്ചു, അവൻ്റെ കൂടെ പുഷ്പവാടി വിട്ട് മാർത്താണ്ഡം വരെ കാറിൽ ഒരുമിച്ച് വരികയും ചെയ്തു, അവൻ്റെ കൂടെ ഒരു വീട്ടിലും നിന്നു. അപ്പോൾ മനഃപൂർവ്വം ഇത് അവളായിട്ട് വരുത്തി വെച്ച ഒരു വിനയായതുപോലെയായി. അപ്പോൾ അവൾ കുറേ നേരം നിന്ന് കരയും. അപ്പോൾ കാവേരി പറയും, നീ എന്തിനാണ് കരയുന്നത്, തെറ്റ് ചെയ്തവരല്ലേ കരയേണ്ടത് എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവർ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതേ സമയം അവർ വിശാലിനെയും കൂട്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത്. അപ്പോൾ വിശാലിൻ്റെ രണ്ട് ഫ്രണ്ട്സിനും ഭയമാകും. കാരണം വിശാലിനെ അടിച്ച് പഞ്ചറാക്കിയിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ വിശാലിൻ്റെ കൂട്ടുകാരെന്ത് ചെയ്യും, ജയപാലനെ വേഗം ഫോൺ ചെയ്യുകയാണ്. അങ്ങനെ ജയപാലനോട് വിളിച്ചിട്ട് പറയും, ജയപാലൻ അങ്കിൾ ഞങ്ങൾ വിശാലിൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറയണേ, മിലനും ഹർഷനുമാണ്, ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞങ്ങളെല്ലാവരും കൂടി മാർത്താണ്ഡത്തിലുള്ള അങ്കിളുടെ ഫാം ഹൗസിൽ എന്നൊക്കെ പറഞ്ഞ് അവർ വിശദമായിട്ട് വിവരങ്ങൾ പറയും. അപ്പോഴാണ് നമ്മുടെ ജയപാലൻ ഞെട്ടുന്നത്. കാരണം യമുനയെ കാണാതായതിന് പിന്നിൽ ജയപാലൻ്റെ മകനാണെന്ന് ജയപാലൻ തിരിച്ചറിയുകയാണ്. പിന്നെ ജയപാലൻ്റെ സ്വഭാവം നമുക്കറിയാലോ, മകനെ കുട പിടിച്ചു കൊടുക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെ ജയപാലൻ എന്ത് ചെയ്യും, ഭാര്യയോട് വിവരം പറഞ്ഞതിന് ശേഷം ഭാര്യയും കൂട്ടി ശാരദയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല വെള്ളം ചമഞ്ഞിട്ടാണ് പോകുന്നത്. വളരെ സ്നേഹത്തിലൊക്കെയാണ് അവരോട് ചെന്നിട്ട് ആദ്യം തന്നെ പെരുമാറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കംപ്ലൈൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വിശാലിൻ്റെ ജീവിതം വിശാലിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. അപ്പോൾ ശാരദയ്ക്ക് മനസ്സിലാവും, ശാരദയ്ക്ക് അപ്പോഴത്തേനും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ശാരദ അവരെ ഒരു ചൂല് കൊണ്ടാണ് സ്വീകരിക്കുന്നത്. ശാരദ പറയും, നിങ്ങളിവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോളുണ്ടെന്ന് പറഞ്ഞ് ശാരദ അവരെ ഇറക്കി വിടുകയാണ്. അപ്പോൾ ജയപാലൻ ഭാര്യയും നന്നായി സോപ്പിടുന്നൊക്കെ ഉണ്ട്. കാരണം അവരുടെ മകൻ്റെ ഭാവിയാണല്ലോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പക്ഷേ ആ സോപ്പൊന്നും അവിടെ നടക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേനും അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനീതും ഗംഗയൊക്കെ കൂടിയിട്ട് യമുനേനും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വിനീത് അപ്പോൾ ആദ്യം ഗംഗയും കാവേരിയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം യമുനേനെ അവർ കാറിൽ നിന്ന് ഇറക്കും. അപ്പോഴേക്കും ശാരദയ്ക്ക് ആകെ സങ്കടമൊക്കെ വരും. ശാരദ പറയും, മോളെ നീ എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദയ്ക്ക് വ്യക്തമായിട്ട് അറിവില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശാരദ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോളെ നീ എന്താണ് ഈ കാണിച്ചത്, നിന്നെ കാണാതെ അമ്മ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ശാരദ അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലേക്കായി. അപ്പോഴത്തേനും അയൽപ്പക്കത്തുള്ള 1-2 സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ കുറേ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ വിനീത് വിശാലിനെയും കൊണ്ട് ഇറക്കുന്നത്.
അപ്പോൾ ഈ വിശാലിനെ കണ്ടപ്പോൾ ജയപാലന് ആകെ ഉള്ളിൽ ഭയം വന്നു തുടങ്ങി. അങ്ങനെ അപ്പോൾ വിശാൽ എന്നിട്ട് വിനീതിൻ്റെ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ മകനെ നിലയ്ക്ക് നിർത്തിക്കോളണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ വിശാലിനെ കൂട്ടിയിട്ട് ജയപാലൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിശാലും അപ്പോഴത്തേക്കും നമ്മുടെ നിവിൻ്റെ അമ്മ രാജേശ്വരി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജയപാലൻ രാജേശ്വരിയും കൂടി തിരിച്ചും മറിച്ചും വിശാലിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ രാജേശ്വരി ചോദിക്കും, നീ എന്തിനാണ് മോനെ ഈ ചെയ്തത്? ഇങ്ങനത്തെ ഒരു മണ്ടത്തരം നീ ചെയ്തിട്ട് നീ നിൻ്റെ ഭാവി നശിപ്പിക്കുകയാണ്, നീ നിൻ്റെ ഭാവി തുലയ്ക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് വിശാൽ പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എൻ്റെ അച്ഛൻ അവർക്ക് മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് യമുനയോട് പ്രേമമോ ഒരു മണ്ണാങ്കട്ടയോ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് അവളോട് യാതൊരു താല്പര്യമില്ല. എൻ്റെ അച്ഛനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് ഇത് എന്ന് പറയുകയാണ്. അപ്പോൾ രാജേശ്വരിയും ജയപാലനും ആകെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇവൻ ഇത്രയും അവനവനെ അച്ഛന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രായമൊക്കെ ചെറുപ്പമല്ലേ. അപ്പോൾ ഇവൻ ഈ ചെയ്തത് ഈ എടുത്ത് ചാടിയത് വല്ലാത്തൊരു അബദ്ധമായി പോയി എന്നൊരു അഭിപ്രായത്തിലാണ് രാജേശ്വരിയും നിൽക്കുന്നത്. പിന്നീട് നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ട് കാവേരിയും ഗംഗയും ഒക്കെ യമുനയുടെ അടുത്ത് മെല്ലെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ യമുനയുടെ ദേഹത്ത് ഉണ്ടായ ഒരു മുറിവ് കാണുന്നത്. കൂട്ടത്തിൽ വിശാൽ തന്നെ വലിച്ചിഴച്ച് താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തന്നെ വലിച്ചിഴച്ച് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട് കൊണ്ടുപോയ കാര്യവും പിന്നെ കൈകൾ കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ ആക്കിയ കാര്യവും അങ്ങനെ കുറേ കാര്യങ്ങൾ യമുന കരയുന്നതൊക്കെ. അങ്ങനെ യമുനയുടെ ദേഹത്ത് കാണുന്ന ആ മുറിവ് കണ്ടിട്ട് കാവേരിക്ക് വളരെ വിഷമമാവുകയാണ്. അങ്ങനെ കാവേരി ഒരു കാര്യം തീരുമാനിക്കും, വേറെ ഒന്നുമല്ല, വിശാലിനെതിരെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോഴേക്കും പുഷ്പവാടിയിലാകെ ഈ പോലെ ഈ വാർത്ത പടർന്നിട്ടുണ്ടായിരിക്കും. കാരണം ജയപാലൻ്റെ മകൻ യമുനയെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയ വാർത്തയൊക്കെ പബ്ലിസിറ്റി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും വേണ്ടില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കാവേരി. കാരണം യമുനയുടെ ആ വേദനയും വിഷമവും ഒക്കെ. അതിന് യമുന ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ യമുന പറയും, എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ. അപ്പോൾ കാവേരി ഇങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്, നീ എന്തിനാണ് മോളെ ക്ഷമ ചോദിക്കുന്നത്? നീ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, നീ നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ, സാരമില്ല, തെറ്റ് ചെയ്തവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്, അവർക്കുള്ളത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാവേരി പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിലുള്ള SI എന്ന് പറഞ്ഞാൽ ജയപാലൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. അപ്പോൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാൾ കേസ് രജിസ്റ്റർ ചെയ്യാനും ഇയാൾക്കെതിരെ കേസ് എടുക്കാനൊന്നും തയ്യാറാവില്ല. അപ്പോൾ കാവേരി പറയും, നിങ്ങളെ കൊണ്ട് ഞാൻ കേസ് എടുപ്പിക്കും, ഇതിനുള്ള ശിക്ഷ ഇത് ചെയ്തവരാരാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണോ അവർക്കുള്ള ശിക്ഷ ഈ കാവേരി കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ പോലീസുകാരൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് കാവേരി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പിന്നെ ഒരു ദിവസം രാത്രിയിൽ തനിച്ച് നിൽക്കുന്ന യമുനയാണ് കാണുന്നത്. യമുന ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് കുറ്റബോധവും വിഷമവും ആയിട്ടാണ് യമുന നിൽക്കുന്നത്. താൻ ഇനി എങ്ങനെ കോളേജിൽ പോകും, എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും, എങ്ങനെ പുഷ്പവാടിയിലുള്ള ആൾക്കാർ തന്നെ കാണും, അങ്ങനെ തന്നെ ഒരു ചീത്ത പെണ്ണായിട്ട് കാണുകയോ, അങ്ങനെ ഓരോരോന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന യമുനയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് തീരുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.